നമസ്കാരം. ഇന്ത്യൻ കലയും സംസ്കാരവും ലോകമെമ്പാടുമുള്ളവരിലേക്ക് എത്തിക്കാൻ തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ദർശനശാലിയും കലാപ്രതിഭയുമായ ഒരു കലാകാരൻ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി സർ, അദ്ദേഹത്തോടൊപ്പമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി സർ, സൂര്യ സർ, സാറിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ആ ഒരു വെളിച്ചം, എനർജി, റേഡിയൻസ്. So when you look back, what motivated you to ignite spirit of spreading the light of art to the world? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സൂര്യ കൃഷ്ണമൂർത്തി എന്നുള്ള പേരിനെ പറ്റി പറഞ്ഞല്ലോ, അത് എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേരല്ല, അല്ലേ? ദൈവം രണ്ടാമത് തന്ന പേരാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിന് ഒരു കൈയുണ്ട്. ആ ദൈവം എഴുതുന്ന തിരക്കഥയിൽ അഭിനയിക്കുന്നവർ മാത്രമാണ് നമ്മൾ. അപ്പോൾ അത് there are two commands for everybody. Right. One is an inner command and one is the outer command. Inner command is always that of God. നമുക്ക് ആ ഇന്നർ കമാൻഡ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ and just obey that, then God will look after you because you are obeying his orders. ഔട്ടർ കമാൻഡിലാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. കാരണം we need luxury, we want money or fame or whatever in a wrong way. And a real artist should have only one command. That is the inner command. I was a scientist in the ISRO. ISROയിലെ സയൻറ്റിസ്റ്റ് ആയിരുന്നപ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങളും അതിൽ ഒരാൾ LKG പോകുമായിരുന്നു, മറ്റേ സ്കൂളിൽ പോയി തുടങ്ങിയില്ല. When I resigned the job, naturally there would be opposition from the house because there is not going to be salary. But I had the inner command that you should quit and concentrate fully on this without accepting any money from the public or anybody. 50 കൊല്ലങ്ങൾ ഏകദേശമായി. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിച്ച പാഠങ്ങളാണ് ഇപ്പോഴും എനിക്ക് ഊർജം, എനർജി തരുന്നത്. ഒരു കൃഷ്ണനാട്ട കളിക്കാരൻ്റെ മുമ്പിൽ അവൻ്റെ കളി കാണാൻ ആരുമില്ലായിരുന്നു. പക്ഷേ അയാൾ കളിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, വെരി നോട്ട് ഹേർട്ട്, ഒരു വേദനിച്ചില്ലേ എന്ന്. അപ്പം അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മുമ്പിരിക്കുന്ന കുറേ പേർക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നതല്ല കല. ഈ കൊളുത്തി വച്ചിരിക്കുന്ന ദീപം അത് ബ്രഹ്മമാണ്, ഈശ്വരനാണ്. അതാണ് അവർക്ക് ദൈവത്തിന് വേണ്ടി കല അഭ്യസിക്കുന്ന ഒരാളാണ് യഥാർത്ഥ കലാകാരൻ. അവിടെ ഓഡിയൻസ് പ്രധാനമല്ല എന്ന് പറഞ്ഞു. അതൊരു വലിയ അറിവല്ലേ, വലിയ അറിവാണ്. പിന്നെ അന്ന് തന്നെ അതേ ദിവസം തന്നെ നമ്മൾ ചില കാര്യങ്ങൾ അറിയാതെ ചെയ്യുമല്ലോ. കാലിത്തൊട്ട് നമസ്കരിക്കുന്നത് ഫോഴ്സിബിളായിട്ട് ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അന്ന് കാലിത്തൊട്ട് നമസ്കരിച്ച് എൻ്റെ ഒരു ആദ്യ ഗുരുവിനെ പോലെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടോ എന്നുള്ള എനിക്കറിയില്ല, ആരാണെന്നുള്ള അറിയില്ല, വേഷത്തിലല്ലേ. ഞാൻ നടന്നങ്ങനെ പോകുമ്പോൾ എനിക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ദാറ്റ് ഹി വിൽ കോൾ മീ ബാക്ക്. അവിടെ ഒന്ന് വിളിച്ച് പറഞ്ഞ്, കല എന്ന് പറയുന്നത് ദൈവം കൊടുത്തിട്ടുള്ള വരദാനമാണ്. അത് എല്ലാവർക്കും അദ്ദേഹം കൊടുത്തിട്ടില്ല ദൈവം. ആൻഡ് കല ഇറ്റ് ഇസ് നോട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞു. അത് വലിയൊരു രണ്ടാമത്തെ ആപ്തവാക്യമാണ്. സർ, നമ്മുടെ സൂര്യ ഫെസ്റ്റിവലിൽ ഐ തിങ്ക് ഈ 25 ആകുമ്പോഴേക്കും ഇറ്റ് മാർക്സ് ദ 49th എഡിഷൻ. അപ്പോൾ ഇപ്പോൾ ഇത്രയും വർഷം ആയി, ഇപ്പോൾ ഫ്രം സ്റ്റാർട്ടിങ് ടു ദിസ് പോയിന്റ്, സാറിന് ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ അവിടുന്ന് സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടെ വരെയുള്ള ഒരു അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്, അത് വിജയിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്നും ഇന്നും എനിക്ക് സംശയമുണ്ട്. ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നു, അനൗൺസ് ചെയ്യുന്നു, ആൾക്കാർ വരാൻ ഞാൻ കാത്തിരിക്കുന്നു. വേറൊരു സ്ഥലത്തൊരു റാപ്പോ അല്ലെങ്കിൽ ബാൻഡോ ഉണ്ടെങ്കിൽ ആൾക്കാർ അവിടെ പോകും, അല്ലേ? അപ്പം ഹൗ ഫാർ ഐ ഹാവ് സക്സീഡഡ് എന്ന് പറയാൻ പറ്റില്ല. സൂര്യ ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ. എവിടെ പോയാലും നമുക്കിനി എന്ത് ബാൻഡ് എവിടെ എന്തെന്ന് പറഞ്ഞാലും സൂര്യ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പം പീപ്പിൾ നോ ദാറ്റ് ദർ ഈസ് സംതിങ് വാല്യുബിൾ അതിനുള്ളൊരു ഒരു കാര്യം അതുണ്ട്. ആ ഒരെണ്ണം നമുക്ക് അത് വെച്ച് പിടിച്ചു നിർത്തുകയാണ്. പ്യൂരിറ്റി ഇൻ ആർട്ട്. ഒരു പ്രോഗ്രാം തുടങ്ങുമ്പം സേ എക്സാമ്പിൾ സം ഗുഡ് ക്ലാസിക്കൽ സിംഗർ ഈസ് കമ്മിങ്. ഞാൻ അവിടെ കർട്ടൻ്റെ പുറകെ കൂടെ ആരും കാണാതെ ഓഡിയൻസിലോട്ട് നോക്കുമ്പോൾ they are all above 40 or 45. Where are the youngsters? So I am unable to bring the youngsters to this category of art.
now Right. which I have been doing. അപ്പോൾ there is a sudden change in the appreciation quality of a person. ആ ഒരു ഇത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട് ശരിക്കും. യഥാർത്ഥ കലകളെല്ലാം എവിടെ പോകുന്നു? ഇപ്പം ആൾക്കാർക്ക് വേണ്ട റാപ്പ്, പിന്നെ മിനിമം വസ്ത്രം ധരിച്ചുള്ള ഇത് അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പോൾ അത് ആണ് ആൾക്കാർക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അവതരിപ്പിച്ചു എന്ന് വെച്ചുള്ളൂ. ദാറ്റ് മീൻസ് ഐ എം നോട്ട് റണ്ണിങ് എൻ ആർട്ട് സൊസൈറ്റി, ഐ എം റണ്ണിങ് എ സൂപ്പർ മാർക്കറ്റ്. വാട്ട് എവർ പീപ്പിൾ വോണ്ട് വി ആം ഗിവിങ്. അപ്പം എനിക്ക് സൂപ്പർ മാർക്കറ്റ് നടത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആർട്ട് സൊസൈറ്റി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും, ഹോപ്പിംഗ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 person 1 year വിൽ കൺവേർട്ട്. We really appreciate that, sir. അതാണ്. അത് ആ ഒരു സാറിൻ്റെ അത് എനിക്ക് പറയാനുണ്ട്. കാരണം വി നോ ദാറ്റ് സൂര്യ ഫെസ്റ്റിവൽ ഈസ് ദ ലോങ്കസ്റ്റ് റണ്ണിങ് കൾച്ചറൽ ഫെസ്റ്റിവൽ ഇൻ ദ വേൾഡ്. ഇന്നും ഓരോ സൂര്യ ഫെസ്റ്റിവൽ സമയത്തും ഓരോ ആർട്ടിസ്റ്റ് വരുമ്പോഴുള്ള സാറിൻ്റെ ഒരു എന്തൂസിയാസം ഉണ്ടല്ലോ. വി കെൻ സീ ദാറ്റ്. സാർ എത്ര എനർജറ്റിക് ആയിട്ടാണ് സാർ അത്. ആ ഒരു എനർജി സാറിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. വി നോ ദാറ്റ്, വി കെൻ ഫീൽ ദാറ്റ്. സോ ആ ഒരു കാര്യം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. യു ആർ ടേക്കിംഗ് ലോട്ട് ഓഫ് എഫേർട്ട് ഫോർ ദാറ്റ് ആൻഡ് പീപ്പിൾ വിൽ റിയലൈസ് ദാറ്റ് സ്ലോലി. മേ ബി ന്യൂ ജനറേഷൻസ് വിൽ ഓൾസോ സ്ലോലി ദേ വിൽ റിയലൈസ്. 48 കൊല്ലമായെങ്കിലും 48 കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ പരിപാടി നടത്തുന്ന ആ ടെൻഷനും ഇമ്പോർട്ടൻസും ഇപ്പോഴും ഉണ്ട്. അത് തന്നെയാണുള്ളത്. ആ ഒരു ഇത് പിന്നെ മടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് കുറേ കഴിയുമ്പോഴത്തേക്കോ ഇത് മടുത്തു ഇനി അങ്ങനെ ഉണ്ടല്ലോ, മിക്കവർക്കും ഉണ്ടാവും അത്. അതെനിക്ക് വന്നിട്ടേ ഇല്ല. അതൊരു വലിയ അനുഗ്രഹമാണ്. പിന്നെ ദൈവം പ്രത്യക്ഷപ്പെട്ട് എൻ്റെ അടുത്തൊരു വരം ചോദിച്ചാൽ ഞാൻ പറയുന്ന ഐ ആം നോൺ കമേഴ്സ്യൽ. ഞാൻ കമേഴ്സ്യലാകാനായിട്ട് 1 സെക്കൻഡ് മതി, ഒറ്റ സെക്കൻഡ് മതി, ഞാൻ കമേഴ്സ്യലാകും. എനിക്ക് ഈ സ്വപ്നങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ദൈവം വരം തരേണ്ടത്. ഐ ഷുഡ് നോട്ട് സെൽ മൈ ആർട്ട്. My art is given by God. I will do it for purifying others. That is the culture. Culture is the concern for others. If you are able to wipe the tears of somebody, that is culture. Then I want to bring back the youngsters to me. Youngsters should come to me. That should happen. Yes. You have given stages to many legends, many maestros, many seekers. ഒരുപാട് പേർക്ക് സാറ് സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് മുന്നോട്ട് വരാനുള്ള വേദി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വ്യക്തിയോടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ സാറിന് ഫീൽ ചെയ്ത് അങ്ങനെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ്? പല ആൾക്കാരുമായിട്ടും ജെന്യുവൻ ആർട്ടിസ്റ്റുമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് ഒന്ന് ഇരിക്കാനായിട്ട് ഇപ്പോൾ കൂടെ പറ്റില്ല. ഞാൻ MT വാസുദേവൻ നായർ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടത് ഞാൻ എൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് 50 കൊല്ലമായി. ആദ്യത്തെ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ എല്ലാം വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എനിക്ക് അദ്ദേഹം ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ എനിക്ക് അദ്ദേഹം കഥാകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെയാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് ഇത് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. എനിക്കറിയാമായിരുന്നു അദ്ദേഹം മറുപടി ഒന്നും വായിക്കുകയില്ല എന്നുള്ളത്. പക്ഷേ അദ്ദേഹം വായിക്കുകയും മറുപടി അയക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, വായിച്ചപ്പോൾ തോന്നിയത് ഇത് ഞാൻ എഴുതേണ്ട സ്ക്രിപ്റ്റാണെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് ഞാൻ എഴുതി, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങേ ഒരിക്കലും കാണാൻ സാധിക്കരുത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു, നക്ഷത്രങ്ങൾ എപ്പോഴും ദൂരെ എന്നേ കാണാവൂ. പക്ഷേ കണ്ടു, പല കമ്മിറ്റിയിൽ ഒരുമിച്ചിരുന്നു, അതൊക്കെ ഉണ്ടായി. പക്ഷെ ഇങ്ങനെയുള്ള ചില ആൾക്കാർ നമുക്ക് പകർന്നു തരുന്ന ഒരു ധൈര്യം, ഇത് വളരെ ഇതാണ്. യേശുദാസ് വൈ ഷുഡ് ഹി കം? ഒരു 44-45 കൊല്ലം ഒക്ടോബർ 1-ാം തീയതി റെഗുലറായിട്ട് ഇങ്ങനെ വൈ ഷുഡ് ഹി കം. ശോഭനയാണെങ്കിലും പത്മസുബ്രഹ്മണ്യാണെങ്കിലും ഇവരൊക്കെ 43 കൊല്ലമൊക്കെ ഇങ്ങനെ റെഗുലറായിട്ട് വരുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോൾ ആ ഒരു ബന്ധം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സാർ, ഇന്നത്തെ യങ്സ്റ്റേഴ്സിൽ പലരും ദേ ഹാവ് ലോട്ട് ഓഫ് ഡ്രീംസ്. ലൈക്ക് ദേ ഡോണ്ട് നോ ഹൗ ടു ബാലൻസ് ദെയർ പ്രാക്ടിക്കൽ ലൈഫ് ആൻഡ് പാഷൻ. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ബട്ട് ദേ ഹാവ് ലോട്ട് ഓഫ് ഡ്രീംസ്. അങ്ങനെയുള്ള ആൾക്കാരോട് സാറിന് എന്താ പറയാനുള്ളത്? ബിക്കോസ് യു ഹാവ് ബാലൻസ്ഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. ഈ രണ്ടെണ്ണം കൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ പ്രയാസമാണ്. ഞാൻ ഒരു നല്ല ഡാൻസർ ഇപ്പം വരികയാണ്, ഒരു പെൺകുട്ടി വരികയാണ്, ഐ വോണ്ട് ടു ബി എ ഡാൻസർ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ലോകമറിയുന്ന ഒരു ഡാൻസർ ആവണം,
എൻ്റെ ഡാൻസിൽ കൂടി ഒരുപാട് പേർക്ക് പ്യൂരിഫിക്കേഷൻ കൊടുക്കണം. എനിക്ക് ഈ നൃത്തത്തിൽ ലയിക്കണം, ആ രീതിയിലുള്ള ഒരു നർത്തകിയാകണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ കുട്ടിയെടുത്ത് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം പറയും. യു ഷുഡ് നോട്ട് ഹാവ് എ ഫാമിലി എന്ന് പറയും. യുവർ ഫാമിലി ഈസ് ഡാൻസ് ഓൺലി എന്ന് പറയും. ആരാണെങ്കിലും അത് ക്രൂരതയായിട്ട് കാണുള്ളൂ, അല്ലേ? ഇത് എല്ലാവരുടെയും വിചാരം എന്താ വെച്ചാൽ ഒരു പെണ്ണിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ള നല്ല ഭർത്താവിനെ കിട്ടി കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നത്തിങ്. അതല്ല അത്. പേരൻസിനായിരിക്കും ചിലപ്പം, അതായിരിക്കും പേരൻസ് നാച്ചുറലി അവർ ആ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ വിവാഹം എന്നത് ഒരു പെൺകുട്ടിയുടെ അവസാന വാക്കല്ല, ഒരിക്കലുമല്ല. ആ ആ ആ കുട്ടി എല്ലാം സറണ്ടർ ചെയ്യേണ്ട അതിൻ്റെ കലയോടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇഫ് യു വോണ്ട് ടു ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഇൻ എനി ഫീൽഡ്, മാരി ടു ദ ആർട്ട് ഫോം. അതാണ്. യു ക്യാൻ ഹാവ് ഫ്രണ്ട്സ്, ബാക്കിയുള്ള എല്ലാം ചെയ്യാം. പക്ഷേ ഒരു ഫാമിലി ലൈഫ് ഫോർ എൻ ആർട്ടിസ്റ്റ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അപ്പം ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിസിപ്ലിൻ ആൻഡ് ഡിവോഷൻ ഇത് രണ്ടും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് ഇവിടെ ഒരിടത്ത് വരുമ്പോഴേ ചെരുപ്പ് എങ്ങനെ ഇടുന്നു എന്ന് വരെ ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡിസിപ്ലിൻ. ഒരിടത്ത് പോകുന്നു, വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഡാൻസിൻ്റെ ഒരു ഹാളിലോട്ട് പഠിപ്പിക്കുന്ന സ്ഥലത്തോട്ട് വിദ്യാലയത്തിൽ പോകുന്നു. ഈവൻ ദി പൊസിഷൻ ഓഫ് അവർ ചപ്പൽ, വി റിമൂവ് ദ ചപ്പൽ ബിഫോർ ഗോയിങ് ഇൻ, അത് എവിടെ എങ്ങനെ വയ്ക്കുന്നു എന്ന് വരെ ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡിസിപ്ലിൻ. യുവർ ഡ്രസ് ഈസ് എ ഡിസിപ്ലിൻ. വെൻ യു വേർ യു ഗോ എന്നുള്ളതനുസരിച്ച്, ഇപ്പോൾ ബീച്ചിൽ പോവുകയാണ്, യു ഗോ വേർ വിത്ത് എനി, യു ക്യാൻ ഗോ വിത്ത് എനി ഡ്രസ്. ബട്ട് വെൻ യു ഗോ ടു എ വിദ്യാലയം ഓർ വെൻ യു ഗോ ഫോർ എ കച്ചേരി, ആ ഒരു ഇത് ദാറ്റ് ഡിസിപ്ലിൻ ഷുഡ് ബി ഫോളോഡ്. അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ അനുകരിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കും. അത് നമ്മൾ വേണം. സാർ, ഇപ്പം ചില സമയത്ത് ചില പെർഫോമൻസസ് കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും ടെൻഷനിലാണ് ഇരുന്ന് കാണുന്നുണ്ട്, നമുക്കൊരു മനസ്സിലൊരു സമാധാനം കിട്ടുന്ന പോലെ ഒരു ഫീൽ കിട്ടാറുണ്ട്. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ ഇമോഷണൽ ഹീലിങ്ങിന് എത്രമാത്രം നമ്മുടെ ആർട്ട് സഹായകരമാണ്? വളരെയധികം സഹായകരമാണ്. അതായത് നമുക്ക് തമിഴിലൊരു ഇരുകൂടുകൾ തത്വം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരുകൂടുകൾ തത്വം എന്ന് പറഞ്ഞാൽ 2 വര ബോർഡിൽ ചെന്ന് അധ്യാപകൻ ഒരു വര വരച്ചിട്ട് അതിനെ തൊടാതെ അതിനെ ചെറുതാക്കാൻ പറയുന്നു. അപ്പം ആർക്കും പറ്റുന്നില്ല. ഒരു പയ്യൻ ചെന്ന് ഇതിനടുത്ത് വേറെ വലിയ വര വരച്ചു, അപ്പോൾ ഇത് ചെറുതായി. ഇത് നമുക്ക് ഈ ഒരു ടെക്നിക്ക് ആർട്ടിൽ കൂടെ ആൾക്കാരിൽ പതിക്കാം. നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദന അനുഭവിക്കുന്നവർ വേറെയുണ്ട്. അവർക്ക് നിങ്ങൾ ആശ്വാസമായിട്ട് മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ഇതിനെപ്പറ്റി ചിന്തിക്കാതെ അവരെ സഹായിക്കാനായിട്ട് പോകും. അതാണ്. എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരനുഭവം എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ അമ്മയെ സമൂഹം കണ്ടിരുന്നത് വേറൊരു രീതിയിലാണ്, വിധവ എന്ന രീതിയിലായിരുന്നു. അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു. അതിനെ ബേസ് ചെയ്ത് ഞാനൊരു കഥ എഴുതി അവതരിപ്പിച്ചു, സ്ത്രീ പർവം എന്ന പേര്. അത് കാണാനായിട്ട് എൻ്റെ പേര് കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, കാസർഗോഡ്. ഒരു സ്ത്രീ വന്നു, അവൾ കണ്ടാൽ അറിയാൻ വിധവയാണെന്ന്. അടുത്ത ദിവസത്തെ ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം എൻ്റെ ക്യാബിനിൽ വന്നിട്ട് പറഞ്ഞു, സാറ് ഈ അമ്മയെ പറ്റി പറഞ്ഞതൊക്കെ വളരെ കുറച്ചാണ്, ഞങ്ങളൊക്കെ അനുഭവിക്കുന്നത് എത്രയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, സാധാരണ ഒരു കലാകാരൻ ചോദിക്കുന്ന പോലെയല്ല, വെറും ഒരു അനാവശ്യ ചോദ്യം ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം. യു ആർ യങ്, യു ആർ ഗുഡ് ലുക്കിംഗ്, വൈ ഡോണ്ട് യു തിങ്ക് ഓഫ് അനദർ മാരേജ്? അപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹം എൻ്റെ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്, ആർക്കും അതെടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് അവിടെ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഹൃദയത്തിൽ ഉണ്ട്, ആർക്കും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിധവയല്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിധവയല്ല. ഈ പല സ്ത്രീകളുടെയും മനസ്സിൽ അവരുടെ ജീവിച്ചിരിക്കുന്ന ഭർത്താക്കന്മാരില്ല, അവരാണ് വിധവകൾ.
എന്ന് പറഞ്ഞു. ഒരുപാട് കരഞ്ഞു. വെരി ട്രൂ. ഇവർ ഈ പൊട്ടിക്കരയെന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കരഞ്ഞു. എന്നിട്ട് അങ്ങ് പോയി. അടുത്ത ദിവസം വന്ന് പട്ടുസാരി കൊടുത്ത് മുല്ലപ്പൂ വെച്ച് പൊട്ട് കണ്ണെഴുതി പൊട്ട് തൊട്ട് വന്നു. ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ് സാർ നടത്തിയത്. അല്ലേ? ആ ഒരു ക്യാരക്ടർ, എൻ്റെ ഒരു ക്യാരക്ടർ അവരെങ്ങനെ മാറ്റി അല്ലേ? അതാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇന്നത്തെ തലമുറയിൽ പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. പക്ഷേ സാർ മാത്രം എപ്പോൾ നോക്കുമ്പോഴും വളരെ സ്പിരിച്വലി കാമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് സാറിനെ കാണാറ്. അതിൻ്റെ രഹസ്യം എന്താണ്? നമ്മൾ ഓവർ റിയാക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം നടത്തുന്ന അന്ന് അവിടെ വരുന്നില്ല എന്ന് പറയും. നമ്മൾ അപ്പം അവിടെ ദേഷ്യപ്പെട്ടതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. ഒരു പ്രശ്നവും ഒരു ഗുണകരമായിട്ടൊരു സംഭവം നടക്കുന്നില്ല. ഇഫ് യു ആർ കാം, യുവർ ഡെസിഷൻ വിൽ ബി കറക്റ്റ്. If you are very calm and composed, the decision what you are going to take because of this problem created will be right one. മറ്റേത് നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും. അതൊരു പ്രാക്ടീസിൻ്റെ പുറത്ത് വരേണ്ടതാണ്. സാർ, ഇന്നത്തെ കാലഘട്ടത്തിൽ ട്രൂ റിലേഷൻഷിപ്സിന് വേണ്ടത്ര വാല്യൂ ഇല്ല എന്ന് നമുക്ക് പലപ്പോഴും നമ്മുടെ ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആർട്ടിസ്റ്റ് വളരെ സെൻസിറ്റീവാണ്. അവരുടെ പല കാര്യങ്ങളിലും ഏതൊരു കാര്യം എടുത്താലും പെട്ടെന്ന് കരയുന്ന ഒരാൾ ആർട്ടിസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇരിക്കെ ആർട്ടിസ്റ്റിന് മാത്രമല്ല പൊതുവേ സാറിനൊരു ഉപദേശം ഫോർ ദ റിലേഷൻഷിപ്സ് കൊടുക്കാനാണെങ്കിൽ അതെന്തായിരിക്കും? ഫെയ്ത്ത് ഓൺലി ഇൻ ഗോഡ്. എനിക്കൊരു 4 വയസ്സുള്ള ഒരു ഗ്രാൻഡ് ഡോട്ടർ ഉണ്ട്. സൂര്യഗായത്രി എന്ന പേര്, സുഗതകുമാരി ഇട്ട പേരാണ്. പക്ഷെ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല. അവർ TV കണ്ടുകൊണ്ടിരിക്കുക, അതിനകത്ത് കാർട്ടൂൺ എന്തോ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് എനഫ് ഓഫ് കാർട്ടൂൺ, നമുക്കിനി വേറെ വല്ലതും കാണാം. ആ റൂമിൽ കിടന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നീ അവിടെ റിമോട്ടിന് ഡ്രോയിങ് റൂമിൽ അങ്ങ് വെച്ചിരിക്കുകയല്ലേ, അത് നീ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അവൾ ഉടനെ തന്നെ ഇറങ്ങി ഇങ്ങോട്ട് നടന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, അവിടെ നിന്ന് ചോദിച്ചു, ഇറ്റ് ഈസ് ഡാർക്ക് ദെയർ, ആർ യു സ്കെയർഡ് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ ഉത്തരം അറിയാം. 4 വയസ്സുള്ള ആ പെണ്ണ് പറഞ്ഞ ഉത്തരം, ദെർ ആർ 100 ഗോഡ്സ് ഹിയർ, വൈ ഷുഡ് ഐ ബി സ്കെയർഡ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 100 എന്ന് പറഞ്ഞാൽ അവൾ പറയുന്നത് കൂടുതൽ വേണം. പക്ഷേ അവൾ പറഞ്ഞു 100 ഗോഡ്സ് ആർ ദെയർ, വൈ ഷുഡ് ഐ ബി സ്കെയർഡ്. അവൾ ടോട്ടൽ ദൈവത്തിൽ സമർപ്പിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ളവർക്ക് പേടിയില്ല. പിന്നെ ചെറിയ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടി നമ്മൾ എത്രയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ചതിച്ചു എന്ന് വരും. യഥാർത്ഥമായ സ്നേഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് കണ്ണുനീര് എന്ന് പറയുന്നത്, ഒറ്റപ്പെടൽ എന്നത്, ഏകാന്തത എന്നുള്ളത് അതിൻ്റെ കൂടെപ്പറപ്പാണ്, കൂടെ തന്നെ കാണും. ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്നുള്ളവർ നമ്മളെ കൈവിടുമ്പോൾ നമ്മൾ തകർന്നു പോകും. സീസർ പറഞ്ഞു, യു കനോട്ട് കിൽ മീ, Brutus is with me, you cannot kill me, he is with me, that confidence will guide me miles and miles forward. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ബ്രൂട്ടസ് ഈസ് സ്റ്റാബിങ് ഫ്രം ദി ബാക്ക്. ആ വളരെ പ്രശസ്തമായ ലൈൻ, യു ടു ബ്രൂട്ടസ് എന്നത് ചോദ്യമല്ല, സഹതാപമാണ്. നീയും പിന്നെ കുത്തിയോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉപദേശം ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡാൻസ് ഫോമിൽ കൂടെ കൊടുക്കുന്നതെങ്കിൽ, നാടകത്തിൽ കൂടെ കൊടുക്കുന്നതെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും പുറകിൽ നിന്ന് കുത്തിയാൽ ആരാണ് കുത്തിയതെന്ന് തിരിഞ്ഞു നോക്കരുത്. നിങ്ങൾ കുത്തുകൊണ്ടതിൻ്റെ വേദനയേക്കാൾ കൂടുതലായിരിക്കും ഇതാരാണ് കുത്തിയതെന്ന് അറിയുമ്പോൾ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എൻ അഡ്വൈസ് വിച്ച് യു ക്യാൻ ഗിവ്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് കലാകാരനാണ്. തീർച്ചയായിട്ടും ഈ കലാകാരനുള്ളത്ര അനുഭവങ്ങൾ വേറെ ആർക്കും ഇല്ല. വളരെ ശരിയാണ്. അതെ. ഇനി സാറിന് ഗണപതിയുമായിട്ടുള്ളൊരു ബന്ധത്തെ പറ്റിയിട്ട് ഇവിടെ എത്ര ലക്ഷം ഗണപതിയാണെന്നൊന്നും ആർക്കും അറിയില്ല. എല്ലാവർക്കും അറിയാം ഗണപതി ഒരു ദിവസം പറ്റി ഒരു ഗണപതിയെങ്കിലും വരാത്ത അപൂർവ ദിവസങ്ങൾ കുറവാണ് എന്നുണ്ട്. അപ്പം ഒരാഴ്ചയിൽ 3 ഗണപതി കിട്ടും. ഇന്നലെ മഞ്ജു പിള്ള തന്നെ എനിക്ക്. അപ്പോൾ ആ ഒരു എന്താണ് സാർ അതിൻ്റെ പിന്നിലെ ഒരു അതറിയില്ല. ഇങ്ങനൊരു ബന്ധം 10-30 കൊല്ലമായിട്ട് ഗണപതിയുമായിട്ടുണ്ട്. അതെങ്ങനെ വന്നു എന്നറിയില്ല. എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം കുറേ ഗണപതികളിലൂടെ വരാൻ തുടങ്ങി, ഇങ്ങനെ ലൈനായിട്ട് വരാൻ തുടങ്ങി.
അപ്പോഴത്തെ ഒരു സംശയം തോന്നി എനിക്ക്, എന്തോ ഒരു ബന്ധമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ വൈഷുഡ് മാർച്ചിൻ അല്ലേ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്നെ മഹാരാജാവ് വിളിച്ച് അവിടെ കൊട്ടാരത്തിനകത്ത് എന്നെ പോലുള്ളവർക്ക് ഒരു റൂം വരെ പോകാൻ പറ്റും, അകത്തോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അന്ന് എന്നെ അകത്തോട്ട് കൊണ്ടുപോയി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തവണ മാത്രമേ കയറിയിട്ടുള്ളൂ, അന്ന് മാത്രം. അകത്തോട്ട് പൂജാമുറി കൊണ്ടുപോയി. എന്നിട്ട് സ്വാതി തിരുനാൾ പൂജിച്ചിരുന്ന ഗണപതി അദ്ദേഹം എടുത്ത് തന്നു എനിക്ക്. ഇപ്പോൾ പൂജയൊക്കെ ചെയ്തിട്ട് എടുത്ത് തന്നു. ഇത് സ്വാതി തിരുനാൾ പൂജിച്ചതാണ്, ഡ്രീമിൽ കണ്ടതാണ്, എനിക്ക് തരണം എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് അത് അദ്ദേഹം എനിക്ക് തന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അപ്പോൾ ആ ഇത് തന്നു. അത് കിട്ടി. ഞാൻ പൂജാമുറി, അദ്ദേഹം പറഞ്ഞത് ഷോക്കേസിൽ വയ്ക്കരുത്, ഷുഡ് ബി പൂജാ റൂം, ഐ ഷുഡ് ഗിവ് അർച്ചന, നൈവേദ്യം, ദീപാരാധന, അതെല്ലാം ഞാൻ ചെയ്യും. അത് വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ മനസ്സിന് ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വന്നപ്പോൾ തോന്നി എന്തോ ഒരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ട്. നമ്മുടെ എല്ലാത്തിനും നമുക്കൊക്കെ നക്ഷത്രമല്ലേ, ഉത്രാടം എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ഉത്രം ഗണപതിയുടെ ഉത്രമാണ്. അല്ല, മനസ്സിലായ, സൂര്യൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തോ ബന്ധങ്ങൾ വരും. പിന്നെ ഒരു കണക്ഷൻ എനിക്ക് കിട്ടിയത് സൂര്യനും ഗണപതിയും അഗ്നിയും ഒന്ന് തന്നെയാണ്. അത് 3 വേദങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അവർ അതിൻ്റെ പര്യായങ്ങൾ സെയിമാണ്. ഇപ്പോൾ 3 പേരുകളാണ്, പക്ഷെ പര്യായങ്ങൾ സെയിമാണ്. പിന്നെ നമ്മളിവിടെ ലോൺ ഉണ്ടാക്കാനായിട്ട്, അത് നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷമാണ്. ലോൺ ഉണ്ടാക്കാൻ ഇവിടെ കുഴിച്ചപ്പോഴേക്കും ഇവിടെ നിന്ന് കിട്ടി, ഭൂമിക്കടിയിൽ നിന്ന്. അങ്ങനെ ഒരുപാട് കഥകൾ ഗണപതിയുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ വരുന്ന ഗണപതി ഇവിടെ ഇല്ലാത്തതായിരിക്കും. ഒരേപോലുള്ളതല്ല. ആരിവിടെ കൊണ്ടുവന്നാലും ധൈര്യമായിട്ട് പൊട്ടിച്ച് നോക്കാം, ഇതിനകത്ത് ഇല്ലാത്തതേ വരുള്ളൂ. അതൊരു അത്ഭുതമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ താങ്ക് യു വെരി മച്ച് സർ. സാറിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. കൃഷ്ണ സരിത്തിൻ്റെ ഹീലിംഗ് ഇൻ റിഥം എന്ന ഈ പുതിയ ചാനലിന് ആശംസകൾ നേരുന്നു. നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങുന്ന എല്ലാ സംരംഭങ്ങൾക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിനും ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഈ ചാനലിലൂടെ കൃഷ്ണ ഉദ്ദേശിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റോ ഒന്നുമല്ല. ഇത് കാണുന്ന പല ആൾക്കാരിൽ, ആയിരക്കണക്കിന് ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും. അതിൽ കുറച്ച് പേർക്കെങ്കിലും വേറിട്ട രീതിയിൽ ചിന്തിക്കാൻ പാകത്തിൽ അവരുടെ തലച്ചോറിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അത് ലക്ഷ്യം നേടട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ ആശംസയും ഒക്കെ.